ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ടോപ്പിക്ക് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ് രണ്ട് മെട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിനകത്തുള്ള എല്ലാ മാർക്കും നിങ്ങൾക്ക് കിട്ടും. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ഏതെങ്കിലും രണ്ട് മെട്രിക്സസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രണ്ട് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിതാണ് എ എന്നൊരു മെട്രിക്സ്, ബി എന്നൊരു മെട്രിക്സ്. എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് കണ്ടീഷൻ ഉണ്ട്. എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ബിയും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ എന്നൊരു മെട്രിക്സ് ആണ്, അതുകൊണ്ട് ആ മെട്രിക്സിന് ഒരു ഓർഡർ ഉണ്ടാവും. സപ്പോസ് ഇതിൻ്റെ ഓർഡർ m/n. അപ്പോൾ എ ഇസ് ആൻ m/n മെട്രിക്സ്. ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ്, അതുകൊണ്ട് അതിനൊരു ഓർഡർ ഉണ്ട്. അതിൻ്റെ ഓർഡർ n/p. അപ്പോൾ എ എന്നുള്ള മെട്രിക്സിന് m റോസും n കോളംസും ഉണ്ട്. അതേപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സിന് n റോസും p കോളംസും ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളം, ഇത് കോളം. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോ, ഇത് രണ്ടും ഈക്വലാണ്. ഇത് രണ്ട് ഈക്വലായാൽ മാത്രമേ നമുക്ക് രണ്ട് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എ എന്നുള്ള മെട്രിക്സും ബി എന്നുള്ള മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്: എയുടെ കോളംസ് ഇസ് ഈക്വൽ ടു ബിയുടെ റോസ്. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് ഓഫ് ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ക്യാപിറ്റൽ ബി. ഇതാണ് രണ്ട് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ. അടുത്തത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിന് ഒറ്റ റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 റോ. എത്ര കോളംസ് ഉണ്ട്? 1, 2, 3 കോളംസ്. 1/3 മെട്രിക്സ് ആണ്. ബി എന്നുള്ള മെട്രിക്സിന് ഒറ്റ കോളം മാത്രം. അപ്പോൾ റോ എത്ര ഉണ്ടാവും? 1, 2, 3 റോ ഇൻറ്റു എത്ര കോളംസ്? ഒറ്റ കോളം. 3/1 മെട്രിക്സ്. അപ്പോൾ എ എന്ന് പറയുന്നത് 1/3 മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്നത് 3/1 മെട്രിക്സ് ആണ്. എങ്ങനെയാണ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? എന്തുകൊണ്ടാണ്? എയുടെ കോളം ബിയുടെ റോ സെയിം ആണ്, അതുകൊണ്ട് എ ഇൻറ്റു ബി നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ എഴുതാം: എ ഇൻറ്റു ബി. ആദ്യം എ എന്നുള്ള മെട്രിക്സ് എഴുതണം. A1, A2, A3. അത് കഴിഞ്ഞ് ബി എന്നുള്ള മെട്രിക്സ് എഴുതണം. ആദ്യം എ എന്നുള്ള മെട്രിക്സ് എഴുതി, രണ്ടാമത് ബി എന്നുള്ള മെട്രിക്സ് എഴുതി. ഇത് റോയാണ്, ഇത് കോളമാണ്. റോയും കോളവും തമ്മിലാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് റോയും കോളവും മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇത് ഫസ്റ്റ് എലമെൻറ്റ്, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ്, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ A1 B1 എന്ന് കിട്ടും. അതായത് എയുടെ ഫസ്റ്റ് എലമെൻറ്റും ബിയുടെ ഫസ്റ്റ് എലമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഒരു പ്ലസ് കൊടുക്കണം. എന്നിട്ട് എയുടെ രണ്ടാമത്തെ എലമെൻറ്റ്, ബിയുടെ രണ്ടാമത്തെ എലമെൻറ്റ്, അപ്പോൾ A2 B2 മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് മൂന്നാമത്തെ എലമെൻറ്റ്, എയുടെ മൂന്നാമത്തെ എലമെൻറ്റ് ബിയുടെ മൂന്നാമത്തെ എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തു. A3 B3. ഇങ്ങനെയാണ് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ആദ്യത്തെ എ എന്നുള്ള മെട്രിക്സ് ആണ് ആദ്യം എഴുതേണ്ടത്. ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ ഫസ്റ്റ് എലമെന്റ് ബിയുടെ ഫസ്റ്റ് എലമെന്റ്, എയുടെ സെക്കൻഡ് എലമെന്റ് ബിയുടെ സെക്കൻഡ് എലമെന്റ്, എയുടെ തേർഡ് എലമെന്റ് ബിയുടെ തേർഡ് എലമെന്റ്. അവ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അടുത്ത മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോബ്ലമാണ്. രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ഒന്ന് എ എന്ന് പറയുന്ന മെട്രിക്സ്, അതൊരു കോളം മാത്രമേ ഉള്ളൂ, 0, 2, 3. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3 റോ, 1, 2, 3 റോ, ഒരു കോളം, 3/1 മെട്രിക്സ്. ബി എന്ന് പറയുന്നത് 1, 4, -1, ഒറ്റ റോയേ ഉള്ളൂ. അപ്പോൾ ഒരു റോയും 3 കോളവും. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അപ്പോൾ ഇത് 1/3 മെട്രിക്സ്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട എ ബി ആണ്. എ ഇൻറ്റു ബി. എ 3/1 മെട്രിക്സ്, ബി 1/3 മെട്രിക്സ്. എയുടെ
കോളവും ബിയുടെ റോയും സെയിം ആണ്. അതുകൊണ്ട് എ ഇൻറ്റു ബി പോസിബിൾ ആണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് അടുത്തടുത്ത് എഴുതാം ഈ മെട്രിക്സ്. 0 2 3 ഇൻറ്റു 1 4 -1. ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ആണ്. ഇത് മിക്കവാറും ആൾക്കാർ തെറ്റിക്കാറുണ്ട്, അധ്യാപകർ തന്നെ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് റോയും കോളവുമാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളവും തമ്മിൽ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ആദ്യത്തെ മെട്രിക്സ് എ ആണ്, അതിൻ്റെ റോ എന്ന് പറഞ്ഞാൽ 0 മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം എന്ന് പറഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 0യും 1ഉം കൂടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 0 × 1. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഫസ്റ്റ് റോ ഇവിടെ ഫസ്റ്റ് കോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. പക്ഷേ ഇവിടെ ഒന്നിൽ കൂടുതൽ കോളംസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ആദ്യം ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്ത് എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പോൾ 0 × 4. അപ്പോൾ ഇങ്ങോട്ട് 0 × 4 എന്ന് എഴുതണം. അപ്പോൾ റോ കോളം തീർന്ന് രണ്ടാമത്തെ മെട്രിക്സിന് കോളം തീർന്നിട്ടില്ല, ഒരു കോളം കൂടെ ഉണ്ട് -1. അപ്പോൾ ഈ 0 കൊണ്ട് -1നെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 0 × -1. അതായത് എ എന്നുള്ള മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ കൊണ്ട് ബി എന്നുള്ള മെട്രിക്സിൻ്റെ എല്ലാ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് കണ്ടീഷൻ. എ എന്നുള്ള മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ കൊണ്ട് ഇത് ബി എന്നുള്ള മെട്രിക്സ് അതിൻ്റെ ഫസ്റ്റ് കോളത്തിനെയും സെക്കൻഡ് കോളത്തിനെയും തേർഡ് കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ സെക്കൻഡ് റോ എടുക്കുന്നു. സെക്കൻഡ് റോ 2. ആ 2 കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം, സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം, തേർഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ 2 ആണ് സെക്കൻഡ് റോ. സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം. അപ്പോൾ ഇത് 2ഉം കൂടെ 1 വേണം. അപ്പോൾ 2 × 1. അടുത്ത സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം. അപ്പോൾ 2 × 4. അടുത്തത് സെക്കൻഡ് റോ കൊണ്ട് തേർഡ് കോളം. 2 × -1. അപ്പോൾ സെക്കൻഡ് റോയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. എത്ര റോ ഉണ്ടോ അത്രയും റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് തേർഡ് റോ എടുക്കണം. ഈ തേർഡ് റോ കൊണ്ട് എന്ത് ചെയ്യണം? തേർഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. തേർഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. തേർഡ് റോ കൊണ്ട് തേർഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ തേർഡ് റോ 3 ആണ്. 3 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 1. അടുത്ത 3 × സെക്കൻഡ് കോളം. തേർഡ് റോ × സെക്കൻഡ് കോളം. അപ്പോൾ 3 × 4. അടുത്ത 3 × -1. ഇനി അത് വാല്യൂ എഴുതിയാൽ മതി. 0 × 1 0. ഇത് 0, ഇത് 0. ഇതെല്ലാം ഫസ്റ്റ് റോ എല്ലാം 0 ആയി. ഇത് 2 8 -2 3 12 -3. ഇതാണ് A × B. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം. അടുത്ത നമുക്ക് B × A കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം B എഴുതണം. B എന്ന് പറയുന്ന മെട്രിക്സ് റോ മെട്രിക്സ് ആണ്. 1 4 -1 ആദ്യം എഴുതി. A എന്നുള്ള മെട്രിക്സ് രണ്ടാമത് എഴുതുന്നു. അത് 0 2 3. അപ്പോൾ ഇവിടെ ഇത് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ മൾട്ടിപ്ലിക്കേഷനേ ഉള്ളൂ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് റോയിൽ 3 എലമെൻ്റ് ഉണ്ട്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ 3 എലമെൻ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് 1ഉം 0യും മൾട്ടിപ്ലൈ ചെയ്യണം. 4ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യണം. -1ഉം 3യും മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 0. പിന്നെ ഒരു പ്ലസ് ഇടണം. 4 × 2. പിന്നെ ഒരു പ്ലസ് ഇടണം. പിന്നെ -1 × 3 is equal to 1 × 0 0 plus 8 -3. ആൻസർ 5 എന്ന് വരും. ഇതാണ്. അപ്പോൾ നേരത്തെ ഉള്ള എ ബി എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആണ് കിട്ടിയത് നിങ്ങൾക്ക്. ബി എന്ന് പറയുന്ന ഒരു 1/1 മെട്രിക്സ് ആണ്. അപ്പോൾ എ ബിയും ബി എയും ഒന്നും ഈക്വൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാം ഇപ്പോഴും എ ബി = ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ എ ബി ≠ ബി എന്നായിരിക്കും കൂടുതൽ സമയത്തും വരുന്നത്. അടുത്ത പ്രോബ്ലം. എ എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിൻ്റെ റോസ് ഒരു റോ രണ്ട് റോയും ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം 2/3 മെട്രിക്സ് ആണ്. ഇത് വരുമ്പോൾ 3 റോ 1 2 3 റോയും 2 കോളവും 3/2 മെട്രിക്സ്. ഇത് രണ്ട് ഈക്വലാണ്. ഈ 3യും ഈ 3യും. അതായത് കോളം = റോ. അതുകൊണ്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ എ ബി കണ്ടുപിടിക്കണം.
അതിന് ചെയ്യേണ്ടത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോ എഴുതുക 3 2 -1 ഫസ്റ്റ് റോ. ഇനി അതിന് ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഫസ്റ്റ് കോളം 1 0 -1. ഇനി ഫസ്റ്റ് റോ വീണ്ടും എഴുതുക 3 2 -1. എന്നിട്ട് സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ആണ് 2 3 4. ഇതാണ് ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം, ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × -1 + 1 = 4 എന്ന് വരും. അപ്പോൾ ഇവിടെ 4 എന്ന് എഴുതണം ആദ്യം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6 പ്ലസ് 3 × 2 6 -1 × 4 -4 12 - 4 8 4 8. അതായത് ഫസ്റ്റ് റോ കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം, ഫസ്റ്റ് റോ കൊണ്ട് നിങ്ങൾ സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോ എന്ന് പറയുന്നത് 4 5 -3. സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് റോ 4 5 -3 കൊണ്ട് ഫസ്റ്റ് കോളം 1 0 -1. ഇനി സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ സെക്കൻഡ് റോ ഒന്നും കൂടെ എഴുതണം. സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ 2 3 4. ഇങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇത് തെറ്റി പോകുന്നില്ല. 4 × 1 4 പ്ലസ് 5 × 0 0 -3 × -1 + 3 = 7. ഇത് 4 × 2 8 പ്ലസ് 15 -12. അപ്പോൾ 11 എന്ന് വരും. അപ്പോൾ 7 11. അപ്പോൾ ഇവിടെ എഴുതണം 7 11 സെക്കൻഡ് റോ. ഇങ്ങനെയാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് എഴുതി പഠിക്കുക. തെറ്റിപ്പോരുത്. മൈനസും പ്ലസും ഒക്കെ ആഡ് ചെയ്യാൻ നേരത്ത് തെറ്റാൻ പാടില്ല. അടുത്ത എയും ബിയും തന്നിട്ടുണ്ട്. എ ഒരു 2/2 മെട്രിക്സ് ആണ്, ബി ഒരു 2/2 മെട്രിക്സ് ആണ്. രണ്ടും 2/2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എ ബി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഫസ്റ്റ് റോ ആദ്യം എഴുതണം. ഫസ്റ്റ് റോ 1 -1. ഫസ്റ്റ് കോളം 0 -1. ഇത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളം ഉള്ളതുകൊണ്ട് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം മൾട്ടിപ്ലിക്കേഷൻ വേണം. 1 -1 1 2. അപ്പം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 0 0 -1 × -1 + 1. അപ്പോൾ 0 + 1 = 1. എ ബി = ആദ്യത്തത് 1. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 1 1 പ്ലസ് -1 × 2 is -2. 1 - 2 = -1. അപ്പോൾ ഇത് -1. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ എടുക്കണം. അതായത് എയുടെ സെക്കൻഡ് റോ 2 1. സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, ദെൻ സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇതാ മൾട്ടിപ്ലിക്കേഷൻ. ഇത് റോ 2. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 0 0 പ്ലസ് -1 × 1 is -1. -1 എന്ന് വരും ആൻസർ. ഇവിടെ -1. ഇത് 2 × 1 2 പ്ലസ് 1 × 2 2 = 4. അപ്പോൾ ഇത് 4. 1 -1 -1 4 എന്ന് വരും ആൻസർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കാൻ പാടില്ല, തെറ്റാതെ ചെയ്യുക. അടുത്ത രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. എയും ബിയും രണ്ട് മെട്രിക്സസ് ആണ്. ഇത് രണ്ടും 3/3 മെട്രിക്സസ് ആണ്. അപ്പോൾ രണ്ട് 3/3 മെട്രിക്സസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എയും ബിയും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എയുടെ റോസ് കൊണ്ട് ബിയുടെ കോളംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എയുടെ ഫസ്റ്റ് റോ നമുക്ക് എടുക്കാം. എയുടെ ഫസ്റ്റ് റോ 1 1 -1. ഫസ്റ്റ് ബിയുടെ ഫസ്റ്റ് കോളം -1 6 5. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം വേണം. അപ്പോൾ എയുടെ ഫസ്റ്റ് റോ 1 1 -1. സെക്കൻഡ് കോളം -2 12 10 12 10. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇനി ഫസ്റ്റ് റോ തേർഡ് കോളം കൂടെ വേണം. 1 1 -1 ഫസ്റ്റ് റോ, തേർഡ് കോളം -1 6 5. ഇനി നമുക്ക് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ ചെയ്താൽ ആദ്യം ഫസ്റ്റ് റോ 3 തവണ എഴുതി.
എയുടെ ഫസ്റ്റ് റോ ഇവിടെ എഴുതി, ഇവിടെ എഴുതി, ഇവിടെ എഴുതി. എന്നിട്ട് അതിൻ്റെ താഴെ എന്തെഴുതി? ബിയുടെ ഫസ്റ്റ് കോളം, ബിയുടെ സെക്കൻഡ് കോളം, ബിയുടെ തേർഡ് കോളം. ഇവിടെ ഫസ്റ്റ് കോളം, ഇവിടെ സെക്കൻഡ് കോളം, ഇവിടെ തേർഡ് കോളം. ഇനി മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 × -1 -1 പ്ലസ് 1 × 6 6 പ്ലസ് -1 × 5 -5. അപ്പോൾ -1 + 6 -5 എന്ന് പറഞ്ഞാൽ 0. ഇവിടെ 1 × -2 -2 പ്ലസ് 1 × 12 12 പ്ലസ് -1 × 10 -10. -2 + 12 -10 = 0. ഇവിടെ വരുമ്പോൾ 1 × -1 -1 പ്ലസ് 1 × 6 6 പ്ലസ് -1 × 5 = -5 0. അപ്പോൾ എ ബി എന്നുള്ള മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ആയി. എ ബി എന്നുള്ള മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണത്. അത് ഫസ്റ്റ് റോ ആയിട്ട് എഴുതണം. ഇത് 0 0 0. അപ്പോൾ ഫസ്റ്റ് റോ 0 0 0. അപ്പോൾ എ ബിയുടെ ഫസ്റ്റ് റോ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് റോ എടുക്കണം. സെക്കൻഡ് റോ -2 3 -4 -2 3 -4. സെക്കൻഡ് റോ വീണ്ടും എഴുതുന്നു. 3 തവണ എഴുതണം. 3 കോളം ഉള്ളതുകൊണ്ട് 3 തവണ ഫസ്റ്റ് റോ എഴുതണം. -2 3 -4 -2 3 -4 3 തവണ എഴുതി. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതേണ്ടത് ഫസ്റ്റ് കോളം -1 6 5 -2 12 10 -1 6 5. അപ്പം സെക്കൻഡ് റോ 3 തവണ എഴുതി. എന്തുകൊണ്ടാണ് സെക്കൻഡ് റോ 3 തവണ എഴുതുന്നത്? ബിയിൽ 3 കോളം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സെക്കൻഡ് റോ 3 തവണ എഴുതിയിട്ട് ഈ സെക്കൻഡ് റോയുടെ താഴെ ആദ്യം ഫസ്റ്റ് കോളം എഴുതണം, പിന്നെ രണ്ടാമതിനകത്ത് സെക്കൻഡ് കോളം എഴുതണം, മൂന്നാമത്തേതിൽ തേർഡ് കോളം എഴുതണം. ഇനി ഇത് മൾട്ടിപ്ലൈ ആണ്. -2 × -1 2 പ്ലസ് 3 × 6 18. ഇത് -4 × 5 -20. ആൻസർ 0. ഇത് -2 × -2 4 പ്ലസ് 12 × 3 36 -40 is equal to 0. -2 × -2 4, 3 × 12 36, -4 × 10 -40. അപ്പോൾ 40 - 40 0. ഇവിടെ -2 × -1 -2 × -1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3 × 6 18 പ്ലസ് -4 × 5 -20 is equal to 0. അപ്പം ഇത് 3 0. അപ്പോൾ സെക്കൻഡ് റോ 0. എ ബിയുടെ സെക്കൻഡ് റോ. ഇനി നമ്മൾ മൂന്നാമത്തെ റോ എടുക്കണം. മൂന്നാമത്തെ റോ 3 -2 3. അത് 3 തവണ എഴുതണം. അത് 3 തവണ എഴുതി. അതായത് ബിയുടെ എയുടെ തേർഡ് റോ 3 -2 3 3 തവണ എഴുതി. എന്നിട്ട് ഇത് ഇവിടെ നിങ്ങൾ ഫസ്റ്റ് കോളം എഴുതണം. -165. ഇവിടെ -165. ഇവിടെ എഴുതേണ്ടത് സെക്കൻഡ് കോളം. സെക്കൻഡ് കോളം -2 12 10. ഇവിടെ എഴുതേണ്ടത് തേർഡ് കോളം -165. ഇത് മൾട്ടിപ്ലൈ ആണ്. 3 × -1 -3 പ്ലസ് -2 × 6 -12 പ്ലസ് 3 × 15 5 15 is equal to 0. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × -2 -6 -2 × 10 -20 പ്ലസ് 3 × 10 30. -2 this one is 12. -2 second column -2 12 10 ആണ്. അപ്പോൾ 12 -24. ഇത് 0. ഇത് തേർഡ് കോളം -165. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × -1 -3 പ്ലസ് -12 പ്ലസ് 15 is equal to 0. അപ്പോൾ ഇത് 3 0. അപ്പോൾ എ ബിയുടെ തേർഡ് റോയും 0. അപ്പോൾ എ ബി എന്നുള്ള മെട്രിക്സ് നിങ്ങൾക്ക് 0 എന്ന് കിട്ടും. ഇതിന് 0 മെട്രിക്സ് എന്ന് പറയുന്നത് എല്ലാ എലമെൻസും 0 ആയിട്ടുള്ള മെട്രിക്സിന് 0 മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ എ 0 അല്ല, ബിയും 0 അല്ല, എന്നാൽ എ × ബി 0 ആണ്. ഈ പ്രോബ്ലം പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എഴുതി പഠിക്കുക. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ ഈ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക.
എക്സ് വൈ. ഇനി ഇതാ ഈ മെട്രിക്സും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഈ രണ്ട് മെട്രിക്സസും മൾട്ടിപ്ലൈ ആണ്. അപ്പം ഫസ്റ്റ് റോ ഫസ്റ്റ് ഇതൊക്കെ കോളമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ എയും എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എ എക്സ് പ്ലസ് എച്ചും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. എച്ച് വൈ. അപ്പോൾ എ എക്സ് പ്ലസ് എച്ച് വൈ. ഇനി ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു, അതേ ഉള്ളൂ, ഫസ്റ്റ് കോളമേ ഉള്ളൂ. ഇനി സെക്കൻഡ് റോ എടുക്കണം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഒറ്റ കോളമേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് റോ എച്ച്, ഇത് എച്ച് എക്സ് പ്ലസ് ബി ഇൻറ്റു വൈ, ബി വൈ. ഇങ്ങനെ വരും. ഇനി വീണ്ടും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഒരു റോയും ഒരു കോളമേ ഉള്ളൂ. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കറസ്പോണ്ടിങ് എലമെന്റ്സ് എക്സും എ എക്സ് പ്ലസ് എച്ച് വൈ. എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് എച്ച് വൈ പ്ലസ് വൈ ഇൻറ്റു എച്ച് എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് സ്ക്വയർഡ് എന്ന് വരും. പ്ലസ് ഇത് എക്സ് വൈ, എച്ച് എക്സ് വൈ എന്ന് വരും. പ്ലസ് ഇത് എച്ച് എക്സ് വൈ എന്ന് വരും. പ്ലസ് ഇത് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ആകുമ്പോൾ ബി വൈ സ്ക്വയർഡ്. എച്ച് എക്സ് വൈ പ്ലസ് എച്ച് എക്സ് വൈ 2hxy ആണ്. അപ്പോൾ എ എക്സ് സ്ക്വയർഡ് പ്ലസ് 2hxy പ്ലസ് ബി വൈ സ്ക്വയർഡ് എന്ന് കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഈ മെട്രിക്സും ഈ മെട്രിക്സോടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ആകുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് എയും എച്ചും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എ എക്സ് പ്ലസ് എച്ചും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എച്ച് വൈ. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എച്ച് ഇൻറ്റു എക്സ് പ്ലസ് ബി ഇൻറ്റു വൈ. അപ്പോൾ എച്ച് എക്സ് പ്ലസ് ബി വൈ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതും കൂടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഒരു റോയും ഒരു കോളമേ ഉള്ളൂ. അപ്പോൾ എക്സ് കൊണ്ട് എ എക്സ് പ്ലസ് എച്ച് വൈയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് വൈ കൊണ്ട് എച്ച് എക്സ് പ്ലസ് ബി വൈയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ എ എന്നുള്ളൊരു 3/3 മെട്രിക്സസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർഡ് മൈനസ് 4a മൈനസ് 5a ഇസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് എ സ്ക്വയർഡ് കാണണം. എ ഇൻറ്റു എ ആണ് എ സ്ക്വയർഡ്. അപ്പോൾ എ 2 തവണ എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് റോ 1 2 2 ആണ് ഫസ്റ്റ് റോ. അതുകൊണ്ട് ഫസ്റ്റ് കോളത്തിനെയും സെക്കൻഡ് കോളത്തിനെയും തേർഡ് കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോ 3 തവണ എഴുതണം. 1 2 2 1 2 2 1 2 2 3 തവണ എഴുതി. എന്നിട്ട് ഓരോന്നിൻ്റെ താഴെ എഴുതേണ്ടത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഫസ്റ്റ് കോളം 1 2 2, സെക്കൻഡ് കോളം 2 1 2, തേർഡ് കോളം 2 2 1. ഫസ്റ്റ് റോ 3 തവണ എഴുതിയിട്ട് അതിൻ്റെ താഴെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഇത് സിംപ്ലിഫിക്കേഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 × 1 1 പ്ലസ് 2 × 2 4 പ്ലസ് 2 × 2 4 9 എന്ന് വരും. ഇത് 1 × 2 2 പ്ലസ് 2 × 1 2 പ്ലസ് 2 × 2 4 8 എന്ന് വരും. ഇത് 1 × 2 2 പ്ലസ് 2 × 2 4 പ്ലസ് 2 × 1 2 ഇസ് ഈക്വൽ ടു 8. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ റോ കിട്ടി 9 8 8. ഇതാണ് എ സ്ക്വയറിൻ്റെ ഫസ്റ്റ് റോ. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് റോ എടുക്കണം. സെക്കൻഡ് റോയും 3 തവണ എഴുതാം. അപ്പോൾ 2 1 2 2 1 2 2 1 2. അപ്പോൾ സെക്കൻഡ് റോ 3 തവണ എഴുതി. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതേണ്ടത് ഫസ്റ്റ് കോളം 1 2 2, സെക്കൻഡ് കോളം 2 1 2, തേർഡ് കോളം 2 2 1. ഇനി മൾട്ടിപ്ലൈ ആണ്. 2 × 1 2 പ്ലസ് 1 × 2 2 പ്ലസ് 2 × 2 4 8. അടുത്ത ഇവിടെ 4 പ്ലസ് 1 പ്ലസ് 4 9 എന്ന് വരും. ഇത് 4 പ്ലസ് 2 പ്ലസ് 2 8. ആൻസർ 8 9 8. 8 9 8.
ഇനി അടുത്തത് മൂന്നാമത്തെ റോ എടുക്കണം. മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് 2 to 1. 2 to 1 3 തവണ എഴുതണം. ഓക്കെ, 2 to 1 താഴെ എഴുതേണ്ടത് ഫസ്റ്റ് കോളം 1 to 2, സെക്കൻഡ് കോളം 2 1 2, തേർഡ് കോളം 2 to 1. ഇത് മൾട്ടിപ്പിൾ ആണ്. 2 into 1 2 plus 2 into 2 4 plus 1 into 2 2 8. ഇത് 2 into 2 4 plus 2 into 1 2 plus 1 into 2 2 8. ഇത് 4 plus 4 plus 1 9. അപ്പോൾ 8 8 9 എന്ന് വരും. അപ്പോൾ നമുക്ക് എ സ്ക്വയർഡ് കിട്ടി. 9 8 8 8 9 8 8 8 9. അടുത്തത് 4 into എ കണ്ടുപിടിക്കണം. നമുക്ക് എ സ്ക്വയർഡ് മൈനസ് 4a മൈനസ് 5a ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം 4a വേണം. അപ്പോൾ എ എന്നുള്ള മെട്രിക്സിന് 4 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. ഇതാണ് എ എന്നുള്ള മെട്രിക്സ്. അതിന് 4 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. അത് ഓരോ എലമെൻറ്റിനെയും 4 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്ത് കിട്ടും? 1 into 4 4, 2 into 4 8, അടുത്ത 2 into 4 8, അടുത്ത 2 into 4 8, 1 into 4 4, 2 into 4 8, അടുത്ത 8 8 4. ഇതാണ് 4a. ഇനി നമുക്ക് 5i വേണം. i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സാണ്. ഇവിടെ എല്ലാം 3/3 മെട്രിക്സ് ആയതുകൊണ്ട് 3/3 യൂണിറ്റ് മെട്രിക്സ് എഴുതണം. അപ്പോൾ 3i നോക്കാം നമുക്ക്. 3 into 1 0 0 0 1 0 0 0 1. അതിനെ ഓരോന്നിനെയും 3 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3 0 0 0 3 0 0 0 3. അപ്പോൾ നമുക്ക് എ സ്ക്വയർഡ് കിട്ടി, 4a കിട്ടി, 5i കിട്ടി. ഇനി നമുക്ക് എ സ്ക്വയർഡ് മൈനസ് 4a മൈനസ് 5i കണ്ടുപിടിക്കണം. ഇപ്പോൾ അതിന് ചെറിയൊരു തെറ്റ് പറ്റി എനിക്ക്. ഇവിടെ 5i ആണ്, ഇത് 5 ആണ്, 5i ആണ്. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇതെല്ലാം 5 ആണ്. അപ്പോൾ എ സ്ക്വയർഡ് മൈനസ് 4a മൈനസ് 5iൽ എ സ്ക്വയർഡ് നേരത്തെ കണ്ടുപിടിച്ചു. 988 898 889 മൈനസ് 4a കണ്ടുപിടിച്ചു. 488 848 884 മൈനസ് 5i. അപ്പോൾ ഇതെല്ലാം 5 ആണ്. 5 0 0 0 5 0 0 0 5. ഇനി അത് സിംപ്ലിഫൈ ആണ്. ഇനി എ സ്ക്വയർഡ് മൈനസ് 4a മൈനസ് 5a കണ്ടുപിടിക്കുമ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിലുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇത് 9, ഇത് 4, ഇത് 5. അപ്പോൾ ഇത് 9, ഇത് -4, ഇത് -5. 9 -4 -5 എന്ന് എഴുതാം. ഇത് 8, ഇത് -8, ഇത് -0. 8 -8 -0. ഇത് 8, ഇത് -8, ഇത് -0. അടുത്തത് 8 -8 -0. ഇത് 9 -4 -5. ഇത് 8 -8 -0. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലുള്ള ഓപ്പറേഷനാണ്. ഇത് 8, ഇത് -8, ഇത് 0. ഇത് 8, ഇത് -8, ഇത് 0. ഇത് 9, ഇത് -4, ഇത് -5. ഇസ് ഈക്വൽ ടു എല്ലാം 0 ആണ്. 0 0 0 0 0 0 0 0 0. എല്ലാ എലമെന്റ്സും 0 ആയാൽ ആ മെട്രിക്സിന് പറയുന്ന പേര് സീറോ മെട്രിക്സ് എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്.